മാറ്റിന്റെ പുതിയ കാലഘട്ടത്തിൽ നൂതന സംരംഭത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഗ്രീൻ മാറ്റിന് എന്ത് പുതുമയാണ് നമ്മളിലേക്ക് എത്തിക്കാനുള്ളത് എന്ന് എല്ലാവർക്കും ആകാംക്ഷയുണ്ടാവാം. സ്വാഭാവികം. മറ്റൊന്നുമല്ല, വളരെ സ്പെഷ്യലായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവരുടെ ആശയങ്ങളും അനുഭവങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഗ്രീൻ മാറ്റിനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി ഗ്രീൻ മാറ്റ് ചെയർമാൻ ശ്രീ കെ എ മുരളീധരനെ ക്ഷണിക്കുന്നു. നാം തമ്മിൽ ഉള്ള ഭൂമിയിലെ ബന്ധത്തെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റ വഴിയും യൂട്യൂബ് വഴിയും വാട്സാപ്പ് വഴിയൊക്കെയാണ് ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ ബന്ധപ്പെടുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നവസംരംഭകർ പലരും വളരെ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് സ്വന്തമായ ധൈര്യത്തോടുകൂടി ഒരുപക്ഷെ സാഹസികമായ ജീവിതത്തോടുകൂടി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള സംരംഭകരിലൂടെയുണ്ട്. വലിയ അവാർഡിന്റെ ആകർഷണ വലയത്തിൽ പെട്ടുപോകാതിരുന്നിട്ടുള്ള ഇവർ തീർച്ചയായും വലിയ വലിയ അംഗീകാരങ്ങൾക്ക് അർഹരാണ്. അവരെയാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അവരെക്കുറിച്ചുള്ള ഒരു ട്രെയിലർ മാത്രമാണ്. പിന്നീട് ഈ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളിലൂടെയും അവരുടെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിവിടെ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി ചെയർമാൻ. ഗ്രീൻ മാറ്റ് ഫിലിം ആൻഡ് വീഡിയോ മേക്കേഴ്സിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഓൺലൈനായി ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സർ നമ്മുടെ പ്രിയപ്പെട്ട മുൻ എറണാകുളം എം പി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, മാധ്യമ കലാമേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സഹൃദയരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാധ്യമ രംഗത്ത് ഒരു പുതിയ സംരംഭത്തിന് എൻ്റെ ചിരകാല സുഹൃത്തായ ശ്രീ കെ എ മുരളീധരനും അതുപോലെ മുൻ ദൂരദർശൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ മോഹൻകുമാറും ചേർന്ന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് തികച്ചും സ്വാഗതാർഹമാണ്. ഞാൻ അവർ രണ്ടുപേരെയും അനുമോദിക്കുകയാണ്. നമ്മുടെ മാധ്യമ രംഗം, പ്രത്യേകിച്ച് ഫിലിം മേക്കിംഗ്, വീഡിയോ മേക്കിംഗ്, അതുപോലെ തന്നെ നവമാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മറ്റ് ആപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെ കണ്ടെത്തുകയും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ ഉള്ള ഒട്ടേറെ സ്വന്തം പരിശ്രമങ്ങളിലൂടെ നവസംരംഭങ്ങൾ തുടങ്ങി മാതൃകയായവരുടെ ജീവിതത്തെ പുറം ലോകത്തെ അറിയിക്കാനുമൊക്കെയുള്ള ഉദ്യമങ്ങൾ, ആ ഉദ്യമങ്ങളെ ആണ് എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കളുടെ പുതിയ സംരംഭത്തിൻ്റെ പ്രാണവായു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗ്രീൻ മാറ്റ് ഫിലിം ആൻഡ് വീഡിയോ മേക്കേഴ്സ് എന്ന പേരിൽ നിങ്ങൾ തുടങ്ങുന്ന ഈ പുത്തൻ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സവിശേഷതയുള്ള ഒരു പരിപാടി, ഞങ്ങൾ പ്രസ്ഥാനം എന്നതിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ബഹുമാന്യനായ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനായി നടത്തിയിരിക്കുന്നു. അത് ഈ ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുക, ആ അംഗീകാരം അവർക്ക് വലിയൊരു പ്രോത്സാഹനമായി മാറും, പ്രചോദനമായി മാറും. അത് നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയുള്ള നല്ല ഉദ്ദേശങ്ങളോടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, സർഗാത്മകതയെ അംഗീകരിച്ചുകൊണ്ട് ഉള്ള നല്ല പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതും ഒരു സാമൂഹിക പ്രവർത്തനമാണ് ഉദ്ദേശിച്ചത്. ഗ്രീൻ മാറ്റ് ഉദ്ദേശിക്കുന്ന ഈ പ്രവർത്തനം ശ്രീ മുരളീധരനെ കൂടി ആലോചിക്കുന്നത് അതും ഒരു സർഗാത്മക പ്രവർത്തനമാണ്, സാമൂഹിക പ്രവർത്തനമാണ്. അതിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കെ എ മുരളീധരനെയും അതേത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരെയും അനുമോദിച്ചുകൊണ്ടും അവർക്കെല്ലാ പ്രവർത്തന വിജയവും ആശംസിച്ചുകൊണ്ടും
ഗ്രീൻ മാറ്റിന്റെ പ്രവർത്തനം ശ്ലാഘനീയമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസയോടെ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി. ജീവിതത്തിന്റെ വിവിധ തുറകളിൽ തങ്ങളുടെ കഴിവുകളും പ്രാഗൽഭ്യവും തെളിയിച്ച ഒരുപറ്റം വ്യക്തിത്വങ്ങളെ നമ്മളിവിടെ ആദരിക്കുകയാണ് ഗ്രീൻ മാറ്റിന്റെ നേതൃത്വത്തിൽ. ആദ്യമായി ശ്രീ കെ വി രാമചന്ദ്രൻ സാറിനെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ MP സെബാസ്റ്റ്യൻ പോൾ സർ ആദരിക്കുന്നു. വ്യവസായ സുരക്ഷയുടെ പര്യായം എന്നാണ് കെ വി രാമചന്ദ്രൻ എന്ന KVR അറിയപ്പെടുന്നത്. HMGയിൽ ജീവനക്കാരനായി തുടങ്ങി സുരക്ഷാ കൗൺസിൽ കേരള ചാപ്റ്ററിന്റെ ദീർഘകാല ഭാരവാഹി, കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ചെയർമാൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, റെഡ് ക്രോസ് സൊസൈറ്റി എന്നിവയിലും നിരവധി സന്നദ്ധ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും വ്യാപൃതനാണ്. ശ്രീ ആൽബർട്ട് അലക്സ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പേര് KP സോമരാജൻ IPS. ഞാൻ കേരള സ്റ്റേറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയി റിട്ടയർ ചെയ്ത ശേഷം കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലം സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ മെമ്പറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊതുസമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്താണ് ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം. ഇവയെപ്പറ്റി പൊതുജനങ്ങളിൽ വേണ്ട അവബോധം സൃഷ്ടിക്കുവാൻ ഗ്രീൻ മാറ്റ് മീഡിയയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്ന പേര് ഇന്ന് കലാകേരളത്തിന് സുപരിചിതമാണ്. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന്റെ ഗുരു, ക്ലാസിക്കൽ കലയിലും നാടൻ കലയിലും ഒരേപോലെ ജ്ഞാനിയായ കലാകാരൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ നിരവധി റെക്കോർഡുകൾക്കുടമയാണ്. കേരളത്തിന് എന്നെന്നും അഭിമാനിക്കാവുന്ന ഈ കലാകാരൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ. കൊച്ചിയിൽ ആരംഭിക്കുന്ന ഗ്രീൻ മാറ്റ് മീഡിയയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ശ്രീ AH ഷാനവാസ്, അമേച്ചർ നാടകരംഗത്തെ പ്രഗത്ഭ നടൻ, മികച്ച നടനുള്ള PJ ആന്റണി സ്മാരക അവാർഡ്, ചൊവ്വര ബഷീർ സ്മാരക അവാർഡ് തുടങ്ങിയ നാടകരംഗത്തെ പ്രമുഖ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ചങ്ങമ്പുഴയും സാനുവും എന്ന നാടകത്തിൽ ചങ്ങമ്പുഴയെ അനശ്വരനാക്കിയ അതുല്യ നടൻ കൂടിയാണ് ഇദ്ദേഹം. സിനിമാ നാടകരംഗത്ത് ഇപ്പോഴും സജീവമായി നിലകൊള്ളുന്നു. Shri G. Yashodharan. I am G. Yashodharan, now staying in Dagendu, Karila Kulangara. Have joined Corrupt Signals on November 11th and retired in 1980 and have joined Kerala Excise as an inspector first rank. I've joined Kerala Excise in 93 as a direct inspector first ranker and retired as a district commissioner of Thrissur. During my tenure as a district commissioner of Thrissur, Mr. K.A. Muralidharan IBS was a station director of All India Radio. He covered all of my major narcotic cases. I have detected 2 major cannabis cultivation. In the initial stage of cannabis and the flowering stage of cannabis, which attracted significance, and the media people have covered it very well. I'm really glad to note that Mr. K. Muralidharan IBS, with an expert team with him, is starting a media entitled Green Mat. I wish the Green Mat all the success in the future endeavors. Thank you. ഇന്ത്യൻ ആർമിയിൽ സിഗ്നൽസിൽ സ്തുത്യർഹ സേവനം. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത ധീര സൈനികൻ. തുടർന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തൃശ്ശൂരിൽ ഡെപ്യൂട്ടി കമ്മീഷണർ. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ ഭീഷണിക്ക് മുൻപിൽ കർക്കശ നിലപാട് സ്വീകരിച്ച ഓഫീസർ. സർവീസിലുടനീളം പൊതുജന സേവനം മുൻനിർത്തി പ്രവർത്തനം. അതിപ്പോഴും തുടരുന്നു. G. യശോധരനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ പുനലൂർ സോമരാജൻ. എൻ്റെ 12ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ഒരമ്മയുടെ സ്നേഹത്തിനും പകരം വയ്ക്കാനാവാത്ത വാത്സല്യത്തിനുമായി ദാഹിക്കുമ്പോഴും ഉപേക്ഷിക്കപ്പെട്ട
അനേകം അച്ഛനമ്മമാർ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ഒരിക്കൽ 85 വയസ്സുള്ള പരിക്ഷീണയായ ഒരമ്മയെ ഞാൻ കണ്ടുമുട്ടി. ദുഃഖിതയായ ആ അമ്മയെ ഞാൻ എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ സമാധാനമായി ഉറങ്ങി. അവിടെ തുടങ്ങി എൻ്റെ ഈ ജീവിതയാത്ര. മലയാള TV ചാനലിലെ ഏറ്റവും പ്രഗത്ഭനായ സൗണ്ട് എഞ്ചിനീയർ. ഏഷ്യാനെറ്റിൽ തുടങ്ങിയ കരിയർ ഇപ്പോൾ ജിയോ സ്റ്റാർ ടിവിയുടെ ചീഫ് സൗണ്ട് എഞ്ചിനീയറാണ് അദ്ദേഹം. നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടി ഈ രംഗത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്നു. അക്കാഡമിക്കായി ചിത്രകല പഠിക്കാതെ തന്നെ സ്കൂൾ തലത്തിൽ ചിത്രകലയിൽ പ്രാവീണ്യം നേടിയ ശ്രീ TP മണി പിന്നീട് RLVയിൽ ചേർന്ന് പഠിക്കുകയും പഠിച്ച സ്കൂളിൽ തന്നെ ചിത്രകലാ അധ്യാപകനായി നിയമിതനാവുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ശില്പം ഉൾപ്പെടെ നിരവധി കലാരൂപങ്ങളുടെ ശില്പി കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോഴും കേരളത്തിലുടനീളം ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുകയും അതിലൂടെ പുതിയ തലമുറയ്ക്ക് മാർഗദർശിയായ മനുഷ്യസ്നേഹിയാണ് ശ്രീ TP മണി. മുജീബ് റഹ്മാൻ. ഞാൻ മുജീബ് റഹ്മാൻ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി അടുത്തുള്ള പെരുമ്പടം സ്വദേശിയാണ്. ഞാൻ 32 വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു. ദുബായിലെ സാംസ്കാരിക സംഘടനയായ ദുബായ് യുവകലാസാഹിതിയിൽ വർക്ക് ചെയ്യുകയാണ്. ദുബായ് യുവകലാസാഹിതിയുടെ മുൻ വൈസ് പ്രസിഡൻ്റായിട്ട് ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ പല ആളുകളുമാണ് അതിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സംഘടനയായ അവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, അതുപോലെ തന്നെ പല സിനിമ, നാടകം, അങ്ങനെ പല കാര്യങ്ങളും ആയിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. 33 വർഷമായി തന്നെ ഞങ്ങൾ പല സാംസ്കാരിക പ്രവർത്തനങ്ങളും പാവപ്പെട്ട രോഗികളെ സഹായിക്കുക, കോവിഡ് കാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കുകയും, അതുപോലെ തന്നെ ദുബൈയിൽ, അബുദാബിയിൽ, ഷാർജയിലായിട്ട് പരന്നു കിടക്കുന്ന അതാണ് യുവകലാസാഹിതി ദുബായ്, ദുബാലാസാഹി അബുദാബി, യുവകലാസാഹിതി ഷാർജ, അങ്ങനെ സംഘടനകൾ പടർന്നു വന്നിരിച്ചു കിടക്കുകയാണ്. തന്റെ നിലപാടുകളിലും അതനുസരിച്ച് പ്രവർത്തനങ്ങളിലും മുഴുകി ജീവിതം നയിക്കുന്നു. യുവകലാസാഹിതി ഉൾപ്പെടെ നിരവധി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നാടക കലാകാരൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ ഹരി S. കുറുപ്പിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ചുവർ ചിത്രകലയിലെ നിറസാന്നിധ്യം. കൈരളി TV, ജീവൻ TVയിൽ പ്രോഗ്രാം രംഗത്ത് പല നിലകളിൽ പ്രവർത്തിച്ചു. അഭിനേതാവ്, സംവിധായകൻ എന്ന നിലയിൽ പ്രശസ്തൻ. ഹരി S. കുറുപ്പിന് ഗ്രീൻ മാറ്റിൻ്റെ സ്നേഹോഷ്മള ആശംസകൾ. ഡോക്ടർ റോഷ്നി GS വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ റെജി ന്യൂലാൻഡ്. ജനനം കായംകുളത്തിനടുത്തെ വള്ളികുന്നം. കർമ്മം കൊണ്ടും നൂതന വ്യവസായ ആശയങ്ങൾ കൊണ്ടും ഫുഡ് ഇൻഡസ്ട്രിക്ക് പുതിയ മാനങ്ങൾ സംഭാവന ചെയ്ത അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് റെജി ന്യൂലാൻഡ്. സ്കൂൾ, കോളേജ് കാലഘട്ടങ്ങളിൽ പിതാവിൻ്റെ രാഷ്ട്രീയ വഴികളിലേക്ക് തിരിഞ്ഞുപോയെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തിന് വെല്ലുവിളിയായി. രാഷ്ട്രീയം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത. ജീവിത സുരക്ഷയുടെ ഭാഗമായി തൊഴിൽ തേടി ഹരിപ്പാട്ടെത്തി. എളിയ രീതിയിൽ ആരംഭിച്ച ന്യൂലാൻഡ് ബേക്കറി എന്ന സ്ഥാപനം വളരെ കുറച്ചു വർഷങ്ങൾ കൊണ്ട് ഒരു വൻ വ്യവസായ സംരംഭമായി വളർന്നു. ന്യൂലാൻഡിൻ്റെ രുചിയും ആരെയും ആകർഷിക്കുന്ന രുചിക്കൂട്ടും റെജിക്കു മാത്രം അവകാശപ്പെട്ടതാണ്. ഈ വ്യവസായ വളർച്ചയുടെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ സത്യസന്ധതയും അർപ്പണബോധം നിറഞ്ഞ ജീവനക്കാരും. വ്യാവസായിക മത രാഷ്ട്രീയത്തിനപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ശ്രീ റെജിയെ അമേരിക്കയിലെ അസ്റ്റക്ക യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഡോക്ടർ റെജിക്ക് ഗ്രീൻ മാറ്റിൻ്റെ അഭിനന്ദനങ്ങൾ. ശ്രീമതി TN വിജയലക്ഷ്മി.
3 പതിറ്റാണ്ടോളം അധ്യാപിക, അത്രയും കാലത്തോളം NCC അസോസിയേറ്റ് ഓഫീസർ. 2014 ഡൽഹിയിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള കേഡറ്റുകൾക്ക് നേതൃത്വം നൽകിയ NCC ഓഫീസർ. 2011 സെൻസസിലെ ഏറ്റവും മികച്ച സെൻസറിനുള്ള രാഷ്ട്രപതിയുടെ സിൽവർ മെഡൽ പുരസ്കാരം. ഡാർജിലിംഗിലെ ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പർവ്വതാരോഹണത്തിൽ പ്രത്യേക പരിശീലനം. എല്ലാ പ്രവർത്തനങ്ങൾക്കും തനിക്ക് താങ്ങും തണലുമായ മാതാവിനോടും ആരോഗ്യപ്രവർത്തകനായ ഭർത്താവ് ദേവേന്ദ്രൻ പിള്ളയോടും ഒപ്പം അമർജ്യോതിയിൽ ഇവർ സന്തുഷ്ടരാണ്. ഈ മാതൃകാ ദമ്പതികൾക്ക് സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളായ 2 പെൺകുട്ടികൾ, ഡോക്ടർ വിഷ്ണുപ്രിയ, ഡോക്ടർ കൃഷ്ണപ്രിയ. വിജയലക്ഷ്മിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാഞ്ചൻജംഗ കീഴടക്കിയ ആദ്യ മലയാളി വനിതാ രത്നം. നാർക്കോട്ടിക് സെല്ലിന്റെ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് ഇവിടെ ഗ്രീൻ മാറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ദിലീപ്, കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടറാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ പുതിയ മാധ്യമ സ്ഥാപനമായ ഗ്രീൻ മാറ്റ് മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് മയക്കുമരുന്നുകളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം. അത്തരം സാമൂഹിക വിപത്തുകൾക്കെതിരെയും മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെയും ഫലപ്രദമായി ഇടപെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി. ശ്രീ ഷാജി സുകുമാരൻ. നമസ്കാരം, എൻ്റെ പേര് ഷാജി സുകുമാരൻ. 1995 സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും മ്യൂസിക് ബിരുദമെടുത്തതിന് ശേഷം കേരളത്തിലെ പലവിധ സ്ഥലങ്ങളിലും മ്യൂസിക് ഷോകൾ നടത്തിയും 2003 ഞാൻ അമേരിക്കയിലേക്ക് പോവുകയും അവിടെ പല സ്റ്റേറ്റിലും ഗാനമേള നടത്തുകയും മ്യൂസിക് എന്നുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഫുഡുകൾ ഇന്ത്യയിലെ പലവിധ ഫുഡുകളും ഉണ്ടാക്കാൻ ഞാൻ പഠിക്കുകയും അങ്ങനെ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ഒക്കെ ഇടകലർന്ന പല ഫുഡുകളും ഉണ്ടാക്കാൻ പഠിച്ചു. 10 വർഷത്തോളം അങ്ങനെ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ സ്വന്തമായിട്ടിപ്പോൾ ഫിലാഡൽഫിയയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്കിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് അമേരിക്കൻ മുൻ പ്രസിഡൻറ്റ് ബിൽ ക്ലിൻ്റൺ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരികയും അവിടെ ഫുഡ് കഴിക്കുകയും അദ്ദേഹം അതിനുശേഷം ഒരുപാട് പ്രാവശ്യവും വന്ന് ഫുഡ് കഴിക്കുകയും ഫാമിലിയായിട്ട് വന്ന് ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2010 ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലെ ഫീമെയിൽ ഉണ്ണികൃഷ്ണൻ എന്ന സിനിമ മ്യൂസിക് ചെയ്തത്. KB മധു ഡയറക്റ്റ് ചെയ്ത സുരാജ് വെഞ്ഞാറുമൂട് നായകനായിട്ട് അഭിനയിക്കുന്ന ഫീമെയിൽ ഉണ്ണികൃഷ്ണൻ എന്ന സിനിമ സംഗീത സംവിധാനം നിർവഹിക്കാനുള്ള അവസരമുണ്ടായി. അതിൽ 5 പാട്ടുകളുണ്ടായിരുന്നു. ഏറെക്കുറെ ഏറ്റവും നല്ല പാട്ടുകളായിട്ട് ജനങ്ങളത് അംഗീകരിച്ചു. അതിനുശേഷം ഞാൻ ലൈഫ് എന്ന് പറഞ്ഞ സിനിമ മ്യൂസിക് ചെയ്തു. KA മുരളീധരൻ്റെ വരികൾക്ക് എൻ്റെ സംഗീതവും കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. ശ്രീ ജി രവീന്ദ്രപിള്ള. ഹെൽത്ത് സർവീസിൽ പൊതുജന ആരോഗ്യ പ്രവർത്തകനായി ജോലിയിൽ പ്രവേശിച്ച ജി രവീന്ദ്രൻപിള്ള തൻ്റെ നീതിയുക്തമായ നിലപാടുകൾ കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ചു. മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവർക്കെതിരെ നിർദാക്ഷിണ്യ നിലപാടുകൾ സ്വീകരിച്ച് സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ നേടി.
അഴിമതിയുടെ കറപുരളാത്ത ഔദ്യോഗിക ജീവിതമാണ് രവീന്ദ്രൻപിള്ളയുടെ സമ്പാദ്യം. സർക്കാർ സർവീസിന് ശേഷവും തൻ്റെ പൊതുജന സേവനം തുടരുകയാണ് രവീന്ദ്രൻപിള്ള. ആരോഗ്യ ജീവകാരുണ്യ സന്നദ്ധ മേഖലാ രംഗത്തും നിരവധി സേവന സംഘടനകളുടെ തലപ്പത്തും പ്രവർത്തിക്കുന്നു. സേവനരംഗം ഏതായാലും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഒരാൾക്ക് നിരന്തരം ഇടപെടാൻ കഴിയുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ശ്രീ രവീന്ദ്രൻപിള്ള. ശ്രീ പി എസ് കുമാർ വേറ്റനാട്. വേറ്റനാട് പി എസ് കുമാർ എന്ന അദ്ദേഹം ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത 1111 ഗാനങ്ങൾ കമ്പൈൽ ചെയ്ത് ഒരു പുസ്തകം ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് പ്രകാശനം ചെയ്യുന്നതാണ്. അദ്ദേഹം ശ്രീ കെ വി രാമചന്ദ്രന് നൽകിക്കൊണ്ട് ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ശ്രീ ചന്ദ്രബാനു കൊച്ചിൻ ഫോർട്ട് കൊച്ചിയിലെ കൊച്ചിൻ ഫോർട്ട് ഹോട്ടൽ ഉടമ. വിദേശ സഞ്ചാരികളുടെ ഈഷ്ണ ഭക്ഷണ കേന്ദ്രമാണ് കൊച്ചിൻ ഫോർട്ട്. ലൈവ് മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടെ രുചികരമായ കേരളീയ വിഭവങ്ങളും ചൈനീസ്, ഇന്ത്യൻ കോണ്ടിനെന്റൽ ഭക്ഷണവും ആസ്വദിക്കാൻ ഭക്ഷണപ്രിയരായ എല്ലാവരും ഇവിടെ എത്തുന്നു. ഏറ്റുമാനൂർക്കാരനായ ചന്ദ്രബാനു കൊച്ചിയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാണ്. ശ്രീമതി ലതിക സുബ്രഹ്മണ്യൻ. ടൂറിസം രംഗത്ത് ഭർത്താവ് ശ്രീ സുബ്രഹ്മണ്യനെ സഹായിച്ചുകൊണ്ടായിരുന്നു ശ്രീമതി ലതിക സുബ്രഹ്മണ്യന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം. ബ്ലൂ ലാൻഡ് കൊച്ചി എന്ന ടൂറിസം കൺസൾട്ടിംഗ് ഏജൻസിയുടെ സഹസ്ഥാപികയാണ്. കേശാലങ്കാരം ഒരു പ്രൊഫഷണലായി അഭ്യസിച്ച് ഇപ്പോൾ സിനിമ, സീരിയൽ, നാടകരംഗത്ത് ശ്രദ്ധേയമായ ഹെയർ ഡ്രസ്സർ കൂടിയാണ് ശ്രീമതി ലതിക സുബ്രഹ്മണ്യൻ. ശ്രീ സഞ്ജു ജോണിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതെന്ത് ഇരിപ്പാണ് ഇരിക്കുന്നത്? വീട് പണിയുടെ കാര്യമൊക്കെ മകൻ ദുബായിൽ നിന്ന് ഓരോരോ പടം അയച്ചു തരും. എൻ്റെ പൊന്നു മൈക്കിളെ, കട്ടിള, പൂട്ട്, പിന്നെ വൈഫൈ, പിന്നെ അതിൻ്റെ കഥകൾ, പിന്നെ ക്യാമറ വെച്ച സാർ, ഇതെല്ലാം അന്വേഷിച്ച് കടകൾ തോറും കയറി ഇറങ്ങി എൻ്റെ കാല് തരും. അതാണോ കാര്യം? അതിനല്ലേ നമ്മുടെ ഡോൺ ഉള്ളത്. ഡോണോ? ഡോൺ മെറ്റൽ. എന്റെ സേവരേട്ടാ, നമ്മുടെ കടക്കരപ്പള്ളി ഇപ്പൊ പഴയ കടക്കരപ്പള്ളി അല്ല. നിങ്ങളുടെ സ്വപ്ന ഭവനം സഫലമാക്കാൻ ഡോൺ മെറ്റൽസ്, കടക്കരപ്പള്ളി, ചേർത്തല. അത്യുദ്ധാനം കൊണ്ട് വ്യവസായ രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ ചെറുപ്പക്കാരൻ സംരംഭകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ബാങ്കിംഗ് രംഗത്ത് ഏർപ്പെടുത്തിയ മുദ്രാ ലോൺ വഴി സ്വന്തം നാടായ ചേർത്തല, കടക്കരപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വ്യവസായ ശൃംഖലകൾ സ്ഥാപിച്ച് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ശ്രീ ജോർജ് നെയ്യൻസ്. എൻ്റെ സുഹൃത്തുക്കളായി എറണാകുളത്ത് ഗ്രീൻ മാറ്റ് മീഡിയ, അവരാണ് എനിക്ക് ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടാക്കാനും ഇതിനുള്ള പ്രോത്സാഹനം തന്നതും ഇവിടെ വരെയൊക്കെ എത്തിക്കാൻ അവരും കാര്യമായിട്ട് ഗ്രീൻ മാറ്റ് മീഡിയ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗ്രീൻ മാറ്റ് മീഡിയയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇരിങ്ങാലക്കുടയിലെ നെയ്യൻസ് കർഷക കുടുംബാംഗം ഓട്ടോമൊബൈൽ എഞ്ചിനീയറായ ജോർജ് ഏറെക്കാലത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം ഇപ്പോൾ അട്ടപ്പാടിയിൽ കൃഷിയും വ്യവസായവുമായി വസിക്കുന്നു. വ്യത്യസ്ത മേഖലകളിൽ വ്യവസായ സംരംഭങ്ങൾ നടത്തി വിജയം വരിച്ച ജോർജ് നെയ്യൻസിൻ്റെ
ടൂറിസം രംഗത്തെ നവസംരംഭമാണ് മൗണ്ടൻ ബ്രീസ് റിസോർട്ട് നയ്യൻസ്. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പാരമ്പര്യ രീതികളും ആധുനിക ശൈലിയും സംയോജിപ്പിച്ച് കഠിനാധ്വാനത്തോടെ ജീവിതം നയിക്കുന്ന പച്ചയായ മനുഷ്യൻ. ജോർജ് നയ്യൻസിനെ ഗ്രീൻ മാറ്റ് വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ഹസീം അമരവിള ആധുനിക മലയാള നാടകവേദിയുടെ പ്രതിഭാശാലിയായ സംവിധായകൻ. പരീക്ഷണ നാടകങ്ങൾ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രസിദ്ധമായ നാടക സംഘമായ തണൽ നാടകവേദിയുടെ അമരത്ത് പ്രവർത്തിക്കുന്നു. സംവിധാനം, രചന, സംഗീതം, ലൈറ്റിംഗ് തുടങ്ങിയ നാടകത്തിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിയാത്ത മേഖലകളില്ല. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്ക്രിപ്റ്റ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിവയിലും നാളത്തെ പ്രതീക്ഷയാണ് ശ്രീ ഹസീം അമരവിള. കുപ്പാച്ചി കിഡ്സ് വെയറിനെ ഗ്രീൻ മാറ്റ് മീഡിയ ആദരിക്കുന്നു. വെറൈറ്റി ഡ്രസ് കളക്ഷൻസ് കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ കുപ്പാച്ചി. അതെ, കുട്ടികൾക്കിണങ്ങുന്ന ഏതുതരം കിഡ്സ് വെയറുകൾക്കും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. കുട്ടികളുടെ ഇഷ്ടം, കുപ്പാച്ചിയുടെ ഇഷ്ടം. നമുക്ക് വേറെയും ബ്രാഞ്ചുകളുണ്ട്. ദുബായിൽ കരാമയിലും പിന്നെ നൈഫിലും. ഇനി കൊച്ചിയിലെത്തുന്ന അമ്മമാരും കുട്ടികളും മറക്കണ്ട കുപ്പാച്ചി കിഡ്സ് വെയർ, 3rd ഫ്ലോർ, ഒബ്രോൺ മാൾ, കൊച്ചി. ആദരിക്കൽ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഗ്രീൻ മാറ്റ് ചെയർമാൻ ശ്രീ കെ എം മുരളീധരനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ആശംസ പ്രസംഗങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ പറയുന്നതിനായിട്ട് നക്ഷത്രക്കൂട്ടം കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്, നക്ഷത്രക്കൂട്ടം കലാകാരന്മാരുടെ സംഘടനയുടെ അധ്യക്ഷനെല്ലാമായ ശ്രീ റോഫ് മോഹൻ വെൺപുഴശ്ശേരിയെ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇത്ര മനോഹരമാക്കി ഈ ദിവസം ഒരു സന്തോഷത്തിന് ദിനമായി കാണുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ വിജയമാകുവാൻ ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അവിടെയെല്ലാം ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഗംഭീര വിജയമാകട്ടെ എന്ന് മാത്രം ഈ ദിവസം ആശംസിച്ചുകൊണ്ട് 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മുരളിച്ചേട്ടൻ നമുക്കിട്ട് ഒരു ചെറിയ പണി തന്നാണ് കേട്ടോ. അധികം സംസാരിക്കാനോ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള അറിവോ കാര്യങ്ങളോ എനിക്ക് ഉണ്ടെന്ന് വിശ്വാസമില്ല. എന്തായാലും എല്ലാവിധ വിജയ ആശംസകളും ഇവർക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. ആകാശവാണിയിലൂടെ ഒഴിവരും 1111 ഗാനങ്ങൾ, ആ പുസ്തകം സമാഹരിച്ച ഗാനങ്ങൾ സമാഹരിച്ച ശ്രീ PS കുമാർ വീട്ടിലാണ്. സുഹൃത്തുക്കളെ, മറ്റ് പ്രവർത്തകരെയും എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാടം ഞാൻ അറിയിക്കുന്നു. ഞാൻ ഒരു സംഗീത കലാകാരനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു 2 വരി ലളിതഗാനം പാടിയിട്ട് മതിയാക്കാം. ദേവഗായികേ ദേവഗായികേ ഭാവ സംഗീതദായികേ. ചടങ്ങിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി നമ്മുടെ ഇവിടെ നേരത്തെ ആദരവ് അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു ശ്രീ ആൽബർട്ട് അലക്സിനെ ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൽ ഗോവയിൽ നിന്ന് പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഗവർണർ ഹിസ് എക്സലൻസി ശ്രീധരൻപിള്ള സാറിന് ആദ്യമായി ഈ അവസരത്തിൽ നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം ഈ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഒരു വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു സെബാസ്റ്റ്യൻ പോൾ സാറിന് ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി ഈ വേദിയിൽ നമ്മളോടൊപ്പം ഇരുന്ന സെബാസ്റ്റ്യൻ പോൾ സാറിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.